ഇപ്പം റാംജി റാവുവിൻ്റെത് തന്നെ ഇപ്പം 300 എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സത്യത്തില് അതിന്റെ രണ്ടാം മമ്മാസ് ചെയ്തില്ലേ മാനാർമത്തായിയുടെ അതിന്റെ ആ ഷൂട്ടിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല, കാരണം അന്നത്തെ നമ്മുടെ രൂപവും ഇന്നത്തെ നമ്മുടെ രൂപവും ഒക്കെ കേട്ട് വളരെ വ്യത്യാസമാണ്. ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് എന്നാ പിന്നെ അത് നടക്കില്ല ഏട്ടാ എന്ന് പറഞ്ഞു. ഞാൻ എന്നെ വിളിക്കരുത്, ഞാനില്ല എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞിരുന്നപ്പോഴാണ് ഇന്നസെന്റ് ആയിട്ട് എന്നെ വിളിച്ചു. അപ്പം അദ്ദേഹം ആ ക്യാൻസറിൻ്റെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് അതിനകത്ത് റിക്കവർ ആയിട്ട് വന്നിരിക്കുന്ന സമയമാണ്. അപ്പം എൻ്റെ അടുത്ത് മാപ്പിള ചോദിച്ചു, ഇതേപോലെ നീ ആ പടം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അതും ഇതുമായിട്ട് അല്ല, അത് കുഴപ്പമില്ല. ഞാൻ നിങ്ങളൊക്കെയാണ്, അന്നത്തെ മത്തായി തന്നെയാണ് ഇപ്പോഴും മത്തായി. ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും പ്രശ്നമായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബാലകൃഷ്ണൻ ഇല്ല, ഗോപാലകൃഷ്ണനെ വെച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ. അപ്പം ഞാൻ വെച്ചു എന്തായി ചോദിച്ചു. അല്ല ഒന്നുമില്ല, ഞാൻ ചോദിച്ചതാ. ശരിയടാ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഇന്നു ഈ അസുഖമൊക്കെ വന്നതിന് ശേഷം പിന്നെ ചെയ്യാൻ പോകുന്ന ഒരു പടമാണ്. അപ്പം അദ്ദേഹം പ്രധാന കഥാപാത്രമായിട്ടുള്ളൊരു കഥ ചെയ്യണമെന്നൊരു പുള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഡയറക്ടറെ വിളിച്ചു പറഞ്ഞു നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ചെയ്തത്. പക്ഷെ അത് സിനിമ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം ഉള്ള വയറും ചാടി നടക്കാനും ഇരിക്കാനും ഏതാ കോമഡിയും പറഞ്ഞോണ്ട് ബാലകൃഷ്ണനും കൂടെ ഇന്നസെന്റ് ഓക്കെ അല്ല ഏട്ടാ. പക്ഷെ നമുക്ക് ശരീരത്തിന് കുറച്ച് പ്രായമായാലും മനസ്സിനാ യുവത്വം ഉണ്ടല്ലോ. അല്ല ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു കാറ് അപ്പോൾസറിയൊക്കെ നല്ലതാണ്, പക്ഷെ എഞ്ചിന് കുറച്ച് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ വണ്ടിക്ക് അധികം വലിയ പ്രശ്നമാണ് മുമ്പോട്ട് പോകാനായിട്ട്. അതെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏജ് അല്ലേ ഉള്ളൂ. ചേച്ചി പ്രായം പറയണമെന്ന് ആഗ്രഹമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. എത്ര വയസ്സായി? എനിക്കോ 53 വയസ്സായി. അത്രേ ഉള്ളൂ അല്ലേ? എപ്പോഴും ചെറുപ്പക്കാരിയാ. സത്യം. എനിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? എല്ലായിടത്തും തെറ്റിച്ചാ കേൾക്കണത്. ചേട്ടൻ കണ്ടുകഴിഞ്ഞ ഒരു 40 വയസ്സ്. അതല്ല പറഞ്ഞേ. എത്ര വയസ്സുണ്ട്? 42. ഉറപ്പിച്ച്. അതങ്ങനെ 53 42 ഒരു ബന്ധം നമുക്ക് ചർമ്മം കണ്ടല്ലേ ചേട്ടാ പറയാൻ പറ്റുള്ളൂ പ്രായം. അതുകൊണ്ട് ചർമ്മം നല്ലതാണ്. സത്യത്തിൽ ചേട്ടൻ എത്ര വയസ്സായി? എനിക്കിപ്പോ 57 വയസ്സായി. അതൊരു പ്രായമാണോ ചേട്ടാ? അല്ല, പക്ഷെ എന്നെ എല്ലായിടത്തും പറയുന്നത് ഞാൻ ഈ ഡൈ ചെയ്യാനൊന്നും വലിയ മടിയുള്ള കൂട്ടത്തില്ല. ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ താടിയൊക്കെ വളർത്തി നരയാണ്. 23 വയസ്സ് പോലെ നരച്ചതാ. അപ്പോൾ ആ നരയായിട്ടൊക്കെ നടക്കുമ്പോൾ എല്ലാവരും പറയും 65 68 വയസ്സായോ. ഞാൻ തിരുത്താൻ പോറില്ല. അതെ.